നമ്മളെല്ലാവരും മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നവരാണ്. എന്നാൽ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ട് വീഡിയോസ് എടുക്കാൻ സാധിക്കും എന്നത് എത്ര പേർക്കറിയാം? നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ അതിനായിട്ട് പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട്. ചില മൊബൈലിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് കാണില്ല, എന്നാൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു സെറ്റിങ്സ് നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. പല സന്ദർഭങ്ങളിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ സാധാരണ പോലെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഇവിടെ ഈ എഴുത്തിൽ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോർ എന്ന ഓപ്ഷൻ അവസാനം കാണാൻ സാധിക്കും. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഡുവൽ വ്യൂ വീഡിയോ എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രൂപത്തിൽ ഫ്രണ്ട് ക്യാമറ നമുക്കിപ്പോൾ ഓപ്പൺ ആണ്, ബാക്ക് ക്യാമറയും ഓപ്പൺ ആണ്. ഈ രൂപത്തിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഇവിടെ ഇടതുവശത്ത് മറ്റൊരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷൻസ് നമുക്കുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ക്യാമറ റൗണ്ട് രൂപത്തിൽ നമുക്ക് ലഭിക്കും. അതും നമുക്ക് ഈ രൂപത്തിൽ റെക്കോർഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഫ്രണ്ട് ക്യാമറ സ്ക്വയർ രൂപത്തിൽ, അങ്ങനെയും നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഇവിടെ എടുക്കുകയാണ്. അതായത് ഫ്രണ്ട് ക്യാമറ പകുതിയിലും ബാക്ക് ക്യാമറ പകുതിയിലുമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കത് റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഞാൻ റെക്കോർഡ് ബട്ടൺ അമർത്തുകയാണ്. ഫ്രണ്ട് ക്യാമറ ഇവിടെ വർക്ക് ആകുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും വർക്ക് ആകുന്നുണ്ട്. ഇത് റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റെക്കോർഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ അത് വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫ്രണ്ട് ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്ക് ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ മോഡൽ മൊബൈലിലൊക്കെ ഈ ഓപ്ഷൻ എന്തായാലും കാണും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഞാൻ ഈ കാണിച്ച ഓപ്ഷൻ ഇല്ല എങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഗ്രീൻ കളർ ഓക്കെയാണ്. റെഡ് കളർ ഭാഗത്ത് നിങ്ങളൊന്ന് ടച്ച് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. റെഡ് കളറിൽ ഞാൻ ടച്ച് ചെയ്യാണ്. അതിനുശേഷം വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. രണ്ടാമതും റെഡ് കളറിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈഫൈ അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ നെറ്റ്വർക്ക് നിങ്ങൾ ഓഫ് ചെയ്തിടുക. കാരണം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. പരസ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ക്യാമറയുടെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 2 ക്യാമറയും ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഇപ്പോൾ ഓപ്പൺ ആണ്. നമുക്ക് ഇതുപോലെ ഈ രൂപത്തിൽ വീഡിയോ എടുക്കാൻ സാധിക്കും. ഈ ഐക്കൺ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഓക്കെ, ഫ്രണ്ട് ക്യാമറ വർക്കിംഗ് ആണ്, ബാക്ക് ക്യാമറയും വർക്കിംഗ് ആണ്. ഇവിടെ ഇതുകൂടാതെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. പക്ഷേ അതൊക്കെ പ്രോ വെർഷൻ ഉള്ളവർക്ക് മാത്രമാണ് വർക്ക് ആകുക. പക്ഷേ നമുക്ക് സാധാരണ പോലെ വീഡിയോ എടുക്കാൻ സാധിക്കും. ഇവിടെ ഐക്കണുകളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ പ്രോ വെർഷൻ ഉള്ളവർക്ക് മാത്രമാണ് വർക്കിംഗ് ആകുക. നമുക്കൊന്ന് വീഡിയോ എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ക്യാമറ ഞാൻ കാണിക്കുന്നുണ്ട്, ബാക്ക് ക്യാമറയിലും ഇവിടെ കൈ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് സേവ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. സംഭവം ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇവിടെ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഏതെങ്കിലും ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഗാലറി ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെ പ്ലേ ആകുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് അത് നല്ല ഹൈ ക്വാളിറ്റി തന്നെ വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ്റെ അകത്താണ് ഈ ഒരു വീഡിയോ ഉള്ളത്, പക്ഷേ ഗാലറിയിൽ ഇല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഗൂഗിളിൻ്റെ തന്നെ ഫയൽ മാനേജറാണ്. അത് ഗാലറി ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോയുടെ സെക്ഷനിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് എടുത്ത വീഡിയോ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എടുത്ത വീഡിയോ കാണുന്നില്ല. അതിനായിട്ട് ഇവിടെ ഇന്റേണൽ സ്റ്റോറേജ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂവീസ് എന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്കത് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് തിരിച്ച് ഗാലറിയിൽ എങ്ങനെ കൊണ്ടുവരാം? അതിനായിട്ട് വീഡിയോയുടെ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഷെയർ എന്ന ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ കാണിക്കും. നിങ്ങൾ ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താൽ മാത്രം മതി. അതിലേക്ക് ഈ ഒരു വീഡിയോ കോപ്പി ആകും. ഓക്കെ, ജസ്റ്റ് ബാക്ക് വന്നിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയുടെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ 2 വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. മൊബൈൽ ക്യാമറ ഉപയോഗിച്ചെടുത്ത വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എടുത്ത വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ,
അപ്പോൾ ഇതുപോലെ രണ്ട് ക്യാമറയും ഒരുമിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങളുടെ മൊബൈൽ സെറ്റിംഗ്സിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയും നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ക്യാമറ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.